പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളായി ഞങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തില് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കള്, വേദനിക്കുന്ന മക്കള്, മക്കളെ ഓർത്ത് ഒത്തിരി അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന മക്കള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് സാമ്പത്തികമായ തകർച്ചയില്, കടബാധ്യതയില് വേദനിക്കുന്ന മക്കള്, ഉദാശയിൽ നിന്ന് അകന്നു കഴിയുന്ന മക്കള്, മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടു പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ടു പോയ മക്കള്, അവരെല്ലാം ഓർത്ത് വേദനിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള്, എല്ലാ മക്കളെയും ഇതിനു മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ ശക്തമായ സാന്നിധ്യത്തിലും മാധ്യസ്ഥത്തിലും അമ്മയുടെ മാതൃകയിലും അമ്മയിൽ നിറഞ്ഞ ദൈവാനുഗ്രഹത്തിന്റെ വലിയ കൃപകളിലും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ മക്കളെ ഓരോരുത്തരെയും നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ജീവിതത്തില് ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുക, കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിപ്പിക്കുക, കർത്താവുമായുള്ള ബന്ധം ആഴപ്പെടുത്തുക, ഉദാശകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. ഇനി അതിനുവേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, ജോലി, ബിസിനസ്, പഠനം, സാമ്പത്തിക മേഖല, കുടുംബജീവിതം, പൗരോഹിത്യം, ശുശ്രൂഷകള്, എല്ലാത്തിനും വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്, യൗസപിതാവുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്. സ്വർഗം മുഴുവനും നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ആ ബന്ധത്തില് ആഴപ്പെട്ടു പോകാൻ നമുക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് അമ്മയിൽ നിന്ന് സ്വീകരിക്കുന്ന വലിയ മാതൃകയും അമ്മയിൽ നിറഞ്ഞ കൃപയും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് നിന്നോട് കൂടെ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം അമ്മ മാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കും. നമ്മുടെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ കുടുംബത്തിന്റെ കൂടെ, ബിസിനസിന്റെ കൂടെ, പഠനത്തിന്റെ, ജോലിയുടെ എല്ലാറ്റിന്റെയും കൂടെ എന്താണ്? കർത്താവ് ഉണ്ടാകണം. കർത്താവ് ഉണ്ടെങ്കിൽ നമുക്കറിയാം, വിശുദ്ധ ബൈബിളില് ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈശോയുടെ വലിയൊരു പദ്ധതി, ദൈവത്തിന്റെ വലിയ പദ്ധതിയില് ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം. അതാണ് ജെറമ്യ 13 പറയുന്നുണ്ടല്ലോ, അരക്കച്ച അരയോട് ചേർന്നിരിക്കേണ്ടത് പോലെ എന്റെ ജനം എന്നോട് ചേർന്ന് നിൽക്കണം. ദൈവം വിളിച്ച എല്ലാവരോടും പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കൂടെയുണ്ട്. അബ്രാഹത്തിന്റെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ, മോശയുടെ കൂടെ, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ, ജോഷുവയുടെ കൂടെ, എല്ലാ പ്രവാചകന്മാരുടെ കൂടെ, സ്ത്രീകന്മാരുടെ കൂടെ. അവസാനിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, പരിശുദ്ധാത്മാവിനെ തരും, മാത്രമല്ല ലോകാവസാനം ഞാൻ തന്നെ കൂടെ ഉണ്ടാവും. വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവ്, പരിശുദ്ധാമ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ അടിസ്ഥാനപരമായ വലിയൊരു കാരണമാണ് കർത്താവ് കൂടെ. ഈ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മക്കളെ നമുക്കറിയാലോ, പിന്നെ ദാവീദ് പറഞ്ഞ പോലെ കർത്താവിന്റെ ഇടയന എനിക്കൊന്നിനും കുറവുണ്ടാവത്തില്ല. ആ ദാവീദ് തന്നെ പറയുന്നുണ്ടല്ലോ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ പേടിക്കില്ല, കർത്താവിന്റെ കൂടെയുണ്ട്. ആ ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞ, കർത്താവിന് യുദ്ധാണ് ഗോലിയാത്തെ, ഞാൻ നിന്നെ തോൽപ്പിക്കും, ഞാൻ നിന്നെ തോൽപ്പിക്കും. ആ കർത്താവല്ലേ പറഞ്ഞ പുറപ്പാട് 14:14, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ദൈവത്തെ കൂടെ നിർത്തിയ ഒരു സമയത്തും അവരെ തോൽപ്പിക്കാൻ
എത്ര വലിയ ശത്രുവിനും ഈ ലോകം മുഴുവനും എതിരായി വന്നിട്ടും സാധിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള് ഈ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അതിനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ കൂടെ നിർത്തി എന്തു ചെയ്യാൻ? ജോലി, ബിസിനസ്, പഠനം, പൗരോഹിത്യ, സഭ, നേതൃത്വം, അധികാരം, ദാമ്പത്യ ജീവിതം, എല്ലാ കാര്യങ്ങളും കർത്താവിനെ കൂടെ നിർത്തി ചെയ്യാനുള്ള ഭാഗ്യമുണ്ട് നമുക്ക്. അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മക്കളെ, നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി കർത്താവ് വഴിയൊരുക്കും. നമുക്ക് വേണ്ടി എല്ലാം ക്രമപ്പെടുത്തി തരും. പക്ഷേ ആ കർത്താവിനെ കൂടെ നിർത്തുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. വചനമനുസരിച്ച് കർത്താവിനെ കൂടെ നിർത്തി, കർത്താവിനെ വേണ്ടി ആഗ്രഹിച്ച്, വെളിപാട് 3:17 വായിക്കുന്നില്ലേ, ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, തുറന്നു തരണം, ഞാൻ അകത്ത് വരും. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ്, നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിന് വാതിൽക്ക് മുട്ടുന്ന കർത്താവ് എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ്, നമുക്ക് സംലഭ്യനാണ്. പക്ഷേ ആ കർത്താവിനെ സ്വീകരിക്കാൻ ഞാൻ വാതിൽ തുറക്കണം. ആ കർത്താവിനെ കൂടെ നിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഉദാശ ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, കൽപ്പനകൾ, പ്രമാണങ്ങൾ, കർത്താവിന്റെ വലിയ സാന്നിധ്യം നൽകുന്ന വിശുദ്ധ കുർബാന, അതോടൊപ്പം തന്നെ ഈ ഈശോയുമായുള്ള ബന്ധം, കുർബാന മധ്യേ പോയിരുന്ന് ദിവ്യകാരന്റെ മുമ്പിൽ ഇരുന്ന് ഈശോയെ സ്വീകരിച്ച് എന്റെ ഈശോയെ എന്ന് വിളിച്ച് കർത്താവിനെ അതുപോലെ ഉണർത്തണം, നമ്മുടെ കൂടെ നിർത്തണം, കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മുടെ കർത്താവ് ഇടപെടും. ഈ വലിയ ഭാഗ്യമാണ് പരിശുദ്ധമ്മയെ അനുഗ്രഹത്തിലേക്ക് നയിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ വിളിച്ച് കൂടെ നിർത്താം. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഞങ്ങൾക്ക് അങ്ങയെ വേണം. ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾക്ക് ഇനി ഈശോയെ വേണ്ടെന്ന് പറഞ്ഞു പോണ മക്കൾക്ക് വേണ്ടി കൂടി ഈശോയോട് പറ, ഈശോയെ അവരങ്ങനെ പോയാലും ഞങ്ങൾക്കറിയാം അങ്ങയെ കൂടാതെ ഞങ്ങളുടെ മക്കൾക്ക് മുന്നോട്ട് പോകാൻ അധികം പറ്റില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ വേണം. അവിടെ പഠനത്തില്, അവിടെ യാത്രയില്, അവിടെ കൂട്ടുകെട്ടില്, അവിടെ സ്വഭാവത്തില്, അവിടെ വികാരത്തില്, ചിന്തയില്, മനസ്സില്, ആഗ്രഹങ്ങളില്, സ്വപ്നങ്ങളില് ഒക്കെ ഈശോയെ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ഇടപെടലും ഉണ്ടാകണം. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലെ ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, ഓരോ മേഖലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതിനാണ് മക്കളെ ദിവ്യകാരുണ്യമായിട്ട് ഈശോ നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവൽ, നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവ് യഹോവ ഷമ, ദ ലോർഡ് ഈസ് ഹിയർ. ഇതാണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്ന ദിവ്യകാരുണ്യ യാത്രകളും പ്രദക്ഷിണങ്ങളും പ്രാർത്ഥനകളും ഒക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ കർത്താവിനെ കൂടെ നിർത്തുന്ന മഹനീയ ശുശ്രൂഷകൾ, മഹനീയമായ പ്രാർത്ഥനകള്, മഹനീയമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങള്, മഹനീയമായ ദിവ്യകാരുണ്യ ആരാധനകള്, മഹനീയമായ വിശുദ്ധ ഉദാശകള് അതുപോലെ സ്വന്തമാക്കി സ്വീകരിച്ച് കർത്താവിനെ കൂടെ നിർത്താൻ സാധിച്ചോ, നമ്മുടെ ജീവിതം അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കും. കർത്താവിൽ യുദ്ധം ജയിക്കും. കർത്താവിൽ കൃപയ്ക്കുമേൽ കൃപയിൽ വളരും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ഭയപ്പെടുകയില്ല, ഒരിക്കലും ഭഗ്നാശനാകേണ്ടി വരത്തില്ല. അവൻ ഒരിക്കലും തളരില്ല, അവൻ ക്ഷീണിക്കത്തില്ല. അവൻ വീണ്ടും പറന്നുയരും. അവൻ കഴുകനെ പോലെ ഉന്നത വികായസിലേക്ക് പറന്ന് 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 അനുഗ്രഹിക്കപ്പെട്ടുയരും. ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയിൽ നിറഞ്ഞ ഈ വലിയ ഭാഗ്യം കർത്താവ് നിന്നോട് കൂടെ നമ്മിലും നമ്മുടെ മക്കളിലും കുടുംബത്തിലും അറിയപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാര സന്നദ്ധിയിൽ കൂടെ വസിക്കുന്നവന്റെ സന്നദ്ധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങേ തിരുസന്നിധിയില് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ കൂടെ അങ്ങ് എപ്പോഴും ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയും അങ്ങ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവമാണല്ലോ. ഈശോയെ, ഞങ്ങൾ അറിയുന്നു അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധ്യമാണ്. ഈശോയെ, അതുകൊണ്ട് തന്നെ അങ്ങ് എപ്പോഴും അങ്ങയുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചു വിളിക്കുന്നു. ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ അങ്ങ് ഇറങ്ങി വരുന്നു.
ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തുന്ന വലിയ സ്നേഹ സാന്നിധ്യമാണല്ലോ ദിവ്യകാരുണ്യശോയെ. അവിടുന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ അവസ്ഥകള്, വേദനകള് എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരണമേ ദിവ്യകാരുണ്യശോയെ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധം തിരുസന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വീട്, കുടുംബജീവിതം, മക്കള്, മക്കളുടെ പഠനം, സാമ്പത്തിക മേഖല, ജോലി മേഖല, കർത്താവ് ഒത്തിരി തടസ്സങ്ങള്, പ്രതിസന്ധികള്, ചില പൈശാചിക പീഡകള്, രോഗപീഡകള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് ഒത്തിരിയേറെ തകർച്ചകള് ഈശോയെ ഈ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് ഈ മക്കളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ഈ അവസ്ഥകളിലേക്ക്, ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കർത്താവെ അങ്ങ് ഇറങ്ങി ചെല്ലണമേ. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ കൂടെ ഉണ്ടാകട്ടെ. അങ്ങ് പറഞ്ഞില്ലേ പുറപ്പാട് 14:14, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാ മതി. ശാന്തത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട്, നിരാശയുടെ പടുകുഴിയില്, തകർച്ചയുടെ പടുകുഴിയില് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കഴിയുന്ന കിടക്കുന്ന മക്കളുണ്ട് കർത്താവേ. അങ്ങ് ഇറങ്ങി ചെല്ലണമേ, യുദ്ധം ഏറ്റെടുക്കണമേ, വിജയത്തിലേക്ക് നയിക്കണമേ. സർവാധിപനെ, സർവശക്തനെ, ദിവ്യകാരുണ്യമേ, ലോകാവസാനം വരെ കൂടെ വസിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ അങ്ങേ വിട്ടുപോയി, ഞങ്ങളുടെ മക്കൾ അങ്ങേ വിട്ടുപോയി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അങ്ങേ വിട്ടുപോയി, അങ്ങേ പടിയിറക്കി വിട്ട പോലെ ഞങ്ങൾ പലരും, ഞങ്ങളുടെ കുടുംബങ്ങളും അങ്ങേ പടിയിറക്കി വിട്ടു. പാപത്തിലൂടെ, അനുസരണക്കേടിലൂടെ അങ്ങേ തിരസ്കരിച്ച് ഉദാശകൾ സ്വീകരിക്കാതെയൊക്കെ ഈശോയെ അതിനോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, പാരമ്പര്യത്തിനു വേണ്ടി, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിനു വേണ്ടി കൂടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ അങ്ങ് കടന്നു വരണം, അങ്ങ് ഇടപെടണം, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾ അങ്ങയിലേക്ക് തിരിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ ഈശോയെ അങ്ങയിലേക്ക് തിരിച്ച് ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. അനുഗ്രഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തതയുടെ, സ്വസ്ഥതയുടെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന്റെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ. ഇതിനായി കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയില് ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ കുടുംബങ്ങളെയും കർത്താവ്, ഈ മക്കൾ പറഞ്ഞ നിയോഗങ്ങള്, അനേക മക്കള് വാട്സാപ്പിൽ മെസ്സേജ് വിടുന്നു യേശുവേ. അനേക മക്കൾ ഈ ഫോണിൽ വിളിച്ച് കരയുന്നു. അമ്മമാരുടെ കണ്ണുനീര്, അപ്പന്മാരുടെ കണ്ണുനീര്, മക്കളുടെ കണ്ണുനീര് എല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഇടപെട്ടാൽ മാറാത്ത പ്രശ്നങ്ങളില്ല. അങ്ങ് യുദ്ധം ഏറ്റെടുത്താൽ തോൽപ്പിക്കപ്പെടാത്ത ശത്രുക്കളില്ല. അങ്ങ് യുദ്ധം ഏറ്റെടുത്താൽ സാത്താന്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ശരണപ്പെടുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സാന്നിധ്യം നിറയട്ടെ. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെനിക്കു തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവിന്റെ മേൽ അധികാരം ചെയ്യണം. കർത്താവേ, വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ എല്ലാ മക്കളുടെ കാര്യത്തിലും, ജീവിതത്തിലും, മക്കളുടെ എല്ലാ അടിമത്തത്തിലും, തടസ്സത്തിലും, തകർച്ചയിലും അങ്ങയുടെ സാന്നിധ്യവും, അങ്ങയുടെ കരബലവും, അങ്ങയുടെ വചനശക്തിയും, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും അതിനായി സമർപ്പിച്ച ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി
സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ദിവ്യവരങ്ങൾ ചൊരിഞ്ഞ് ഇങ്ങനെ സാന്നിധ്യം ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ജീവിതത്തെ ധാരാളം അനുഗ്രഹങ്ങളിലേക്കും കൃപകളിലേക്കും ഫലദായകത്വത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ, ഈ യുദ്ധത്തെ ഏറ്റെടുക്കണമേ. ഈശോയെ